ഒരു തവിയും കുഞ്ഞു കരുതലും AUP സ്കൂൾ തേഞ്ഞിപ്പലത്തിന്റെ ജലസംരക്ഷണ പദ്ധതിയുടെ പേരാണിത്. ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള പാത്രം കഴുകുന്നതിനായി ടാപ്പിൽ നിന്നും നേരിട്ട് വെള്ളമെടുക്കാതെ ഒരു പാത്രത്തിലെടുത്ത് തവിയിൽ കൊടുക്കുന്നതാണ് ഈ പദ്ധതി. പാഠ്യാനുബന്ധ പ്രവർത്തനം എങ്ങനെ സുസ്ഥിരതയെക്കുറിച്ചുള്ള പാഠമാകുന്നു എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് മലപ്പുറം ജില്ലയിലെ AUP സ്കൂൾ തേഞ്ഞിപ്പലത്തിന്റെ ഈ പ്രവർത്തനം. നമുക്ക് സ്വാഗതം ചെയ്യാം ഇവരെ ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക്. AUP സ്കൂൾ തേഞ്ഞിപ്പലത്തിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. നമസ്കാരം, ഇതാണ് ഞങ്ങളുടെ തേഞ്ഞിപ്പലം AUP സ്കൂൾ. മലപ്പുറം ജില്ലയിലെ കോഴിക്കോട് സർവകലാശാലയുടെ സമീപത്താണ് ഞങ്ങളുടെ ഈ ശിശു പരിസ്ഥിതി സൗഹൃദ ക്യാമ്പസ്. 1921 ശ്രീ EP ഗോവിന്ദനുണ്ണി നായരാണ് ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. അന്ന് വെറുമൊരു എഴുത്തുപള്ളിക്കൂടം മാത്രമായിരുന്നു ഇത്. ഇന്ന് സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു വിദ്യാലയമാണിത്. സർ, നിങ്ങളുടെ സ്കൂളിനോട് അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന 3 മേഖലകൾ: ആദ്യമായി പാഠ്യേതര പ്രവർത്തനങ്ങൾ, സമൂഹത്തിനുണ്ടായ നേട്ടങ്ങൾ, ശുചിത്വവും പോഷകാഹാരവും എന്നീ 3 മേഖലകളാണ്. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ആദ്യമായി RVG സർ, നിങ്ങൾ അവിടെ ഒരു ജൈവ വൈവിധ്യ രജിസ്റ്റർ ഉണ്ടാക്കിയതായിട്ട് പറഞ്ഞു. നമ്മുടെ കുട്ടികൾ ആരെങ്കിലും ആ പ്രവർത്തനത്തിൽ പങ്കാളികളായിരുന്നോ? തീർത്ഥ, ജൈവ വൈവിധ്യ രജിസ്റ്റർ വലിയ പേരാണ്. എന്തെന്നാ സാധനം അറിയാമോ? നമ്മുടെ ഭൂമിയിൽ നമ്മൾ മാത്രമല്ല ജീവിക്കുന്നത്. അതൊക്കെ നിങ്ങൾ പഠിച്ച സംഗതികൾ ക്ലാസ്സിൽ. അതിരിക്കട്ടെ, ഈ ജൈവ വൈവിധ്യ രജിസ്റ്റർ എന്താണെന്ന് ലളിതമായിട്ട് പറയാമോ? വീട്ടിലൊക്കെ വർത്താനം പറയുന്ന പോലെ. മോളുടെ മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ മോളെ ഈ ജൈവ വൈവിധ്യ രജിസ്റ്റർ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ജന്തുലോകത്തിലെ അല്ലെങ്കിൽ ജീവികളിലെ വൈവിധ്യമാണ്. മുത്തശ്ശിയോട് അങ്ങനെയാണോ സംസാരിക്കുന്നത്? മോളുടെ മുത്തശ്ശിയോട് എങ്ങനെയാ സംസാരിക്കുക? മുത്തശ്ശനോട്, എന്നോടല്ലേ? മോളുടെ മുത്തശ്ശനോട് എങ്ങനെയാ സംസാരിക്കുക? മുത്തശ്ശ, അത് നമ്മുടെ ലോകത്ത് നമ്മൾ മാത്രല്ല, ഒരുപാട് ജീവികള്. ഇപ്പൊ നമ്മളെ എറുമ്പ് മുതൽ ആന വരെ നമ്മളെ ലോകത്തുള്ള സംഭവങ്ങളല്ലേ. അപ്പൊ ഈ മാവാണെങ്കില് കോമാവ് മാത്രല്ലല്ലോ ഉള്ളത്, എത്ര തരത്തിലുള്ള മാവുണ്ട്. അതേപോലെ ജീവികളിലും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും വൈവിധ്യമുണ്ട്. അതായത് വിവിധ തരത്തിലുള്ള. പിന്നെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ എത്രയോ തരം മാവുണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. എല്ലാം ഈ ഒട്ടുമാവാണ്. അതിനിപ്പോ എന്താ മോള് ചെയ്യണേ? അത് നമ്മുടെ നാട്ടിലുള്ള പരിമിതമായിട്ട് നമുക്ക് ഒരുപാട് മരങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. എന്നാലും നശിക്കാതെ കിടക്കുന്നത് ഒരുപാടുണ്ട്. അപ്പൊ അവ സംരക്ഷിച്ചിട്ട് അവയുടെ വിത്തുകളൊക്കെ. എത്ര തരം മാവിന്റെ പേരറിയാം? ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നും അറിയില്ല. അത് കോമാവുണ്ട്, കുറുക്കമ്മാവുണ്ട്, ചേലമ്മാവുണ്ട്. അതൊക്കെ എവിടെ ഉണ്ട്? മോളുടെ സ്കൂളിലുണ്ടോ? സ്കൂളിലും ഉണ്ട്. പിന്നെ എത്ര മാവുണ്ട് മോളുടെ സ്കൂളില്? സ്കൂളില് ചേലമ്മാവുണ്ട്, കോമാവുണ്ട്. പിന്നെ സ്കൂളിന്റെ പിന്നില് പരിസരത്തായിട്ട് നാട്ടുമാങ്ങ. ഇതൊക്കെ നാട്ടുമാങ്ങയല്ലേ കോമാവെന്ന് പറയുന്നതൊക്കെ? അതല്ല, സാധാരണ മാങ്ങ പോലെ അല്ലാതെ വലിപ്പം കുറഞ്ഞിട്ടുള്ള ഒരു തരം. അപ്പൊ മോളൊക്കെ എന്ത് ചെയ്തു? ഇതിന്റെ എല്ലാത്തിന്റെയും പേരെഴുതി വെച്ചോ? രജിസ്റ്ററിൽ ഇതൊക്കെ പേരെഴുതി വെച്ചോ? അത് ഞങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കിയിട്ട് എന്താണ് അതിന്റെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഇതിന്റെ പേരൊക്കെ? ഞങ്ങളുടെ സ്കൂളിലെ ഉള്ള മരങ്ങളുടെ പേരുകള് ഉണ്ട്. അത് ഞങ്ങൾക്ക് ഈ ജൈവ വൈവിധ്യ വർഷമായിട്ട് ബന്ധപ്പെട്ട് ഓരോ മരങ്ങളും നിരീക്ഷിച്ചിട്ട് അവയുടെ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തി വെക്കാനുണ്ടായിരുന്നു. എന്തൊക്കെ വിവരം എഴുതുക? മരത്തിന്റെ പൊക്കം, വണ്ണം ഒക്കെയാണോ? മരത്തിന്റെ പേര്, പിന്നെ മരത്തിന്റെ ചിത്രം വരയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ വരയ്ക്കുക, പിന്നെ മരത്തിനുള്ള പ്രത്യേകതകൾ എഴുതുക. അങ്ങനെ എത്ര മരങ്ങളുടെ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ രജിസ്റ്ററില്? അത് ശേഖരിക്കാവുന്ന തരത്തിലുള്ള എല്ലാം. അല്ല, അതൊരു ബുക്കാക്കിയിട്ടുണ്ടോ മോള്? ഗായത്രി ഉണ്ടായിരുന്നോ ഈ പ്രവർത്തനത്തില്? ഉണ്ടായിരുന്നോ? എന്നിട്ട് ഇത് അവസാനം ഒരു ബുക്കാക്കിയിട്ടുണ്ടോ? ബുക്കാക്കിയിട്ടില്ല, ഞങ്ങൾ ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത കൊല്ലം ഈ കൊല്ലം ബുക്കാക്കുമോ? എന്നിട്ട് എന്ത് ചെയ്യും?
അതൊക്കെ ബുക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. പുതിയ മരങ്ങളുടെ പേരുകൾ, ജീവികളുടെ പേരുകളൊക്കെ ചേർക്കും. എന്നിട്ട് ഇത് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ബുക്ക്? ഇത് ഇനി വരുന്ന കുട്ടികൾക്ക് മരത്തെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് ഞങ്ങൾ പാഠഭാഗത്തോടെ വളരെ നിങ്ങൾ വലിയ ആൾക്കാരാണല്ലേ. ഒരു ഗ്രാമത്തിൽ സർവേ ഒക്കെ നടത്തി ഏറ്റവും ശുചിത്വമുള്ള ഭവനത്തിന് അവാർഡൊക്കെ കൊടുത്തോ? എന്താണ് കൊടുത്തത് സമ്മാനം? 10 വീടുകൾക്ക് സമ്മാനം കൊടുത്തു. എന്താ കൊടുത്തത് സമ്മാനമായിട്ട്? അത് ബുക്കുകൾ കൊടുത്തു. എന്ത് കൊടുത്തു? പുസ്തകങ്ങൾ കൊടുത്തു. ആ, പിന്നെ തുണിസഞ്ചി, ആ, പേപ്പർ ബാഗ്, ഇതൊക്കെ കൊടുത്തല്ലേ. അപ്പൊ ഈ നിങ്ങൾ ഈ വീടുകളിൽ പോയി ശുചിത്വമുള്ള വീടാണോന്ന് അറിയുമ്പോൾ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചത്? ശ്രുതി ഒന്ന് പറയുവോ? എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ഈ ഏത് വീടിനാണ് ശുചിത്വം ഉള്ളതെന്ന് അറിഞ്ഞത്? എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്? വീട്ടില് പ്ലാസ്റ്റിക് ഉപയോഗിക്കാറുണ്ടോ? ആ, പിന്നെ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ എന്താണ് ചെയ്യുന്നത്? അല്ല, ഈ പ്ലാസ്റ്റിക് സംബന്ധമായിട്ടല്ലാതെ വേറെ ചോദ്യങ്ങൾ ചോദിച്ചോ? വീടും പരിസരവും വൃത്തിയാക്കാറുണ്ടോ? കൃഷി ചെയ്യാറുണ്ടോ? വൃത്തിയാക്കാറുണ്ടോന്ന് ചോദിച്ചപ്പോൾ അവരുണ്ടെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ അതിന് സമ്മാനം കൊടുത്തു, അങ്ങനെയാണോ? അതോ നിങ്ങൾ നോക്കിയോ? ഞങ്ങൾ നോക്കും. എന്താ നോക്കിയത്? വീടിന്റെ പരിസരം വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ? അവർ വെള്ളം എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കിയോ? കുടിക്കാനുള്ള വെള്ളം എങ്ങനെയാണ്? മൂടി വെക്കുകയാണോ? തിളപ്പിച്ചാറ്റിയ വെള്ളമാണോ? അതൊക്കെ നോക്കിയോ? എങ്ങനെയാ നോക്കിയത്? അത് വീടിന്റെ ഉള്ളിൽ പോയിട്ട് എന്ത് നോക്കി? അടുക്കള കയറി നോക്കിയോ? അത് സ്കൗട്ടുകാരാണ് നോക്കിയത്. അപ്പൊ അങ്ങനെ സർവേ നടത്തി ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആ, മോനൊന്ന് പറഞ്ഞേ. ഒരു വീട്ടിൽ കയറിയിട്ട് ശുചിത്വം ഉണ്ടോന്ന് എങ്ങനെയാ നിങ്ങൾ നോക്കിയത്? എന്തൊക്കെ കാര്യങ്ങൾ നോക്കി? അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ നോക്കും. ആ കിണറിന്റെ പരിസരത്തൊക്കെ ചാലി കയറി വെള്ളം ചെടികൾക്ക് എത്തിക്കുന്നുണ്ടോ? പിന്നെ കമ്പോസ്റ്റ് നിർമ്മിച്ചിട്ടുണ്ടോ? ഓരോ വീട്ടിലും കമ്പോസ്റ്റ് നിർമ്മിച്ചിട്ടുണ്ടോ നോക്കിയോ? അതല്ല, ഇങ്ങനെ പ്ലാസ്റ്റിക് ഇടാതെ ജൈവമായിട്ടുള്ള മാലിന്യങ്ങൾ മാത്രം അതിൽ നിക്ഷേപിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു സ്കൂളിൽ പറഞ്ഞതില്. നിങ്ങൾ അടുക്കള കയറിയോ? അടുക്കള കയറി നോക്കിയോ? ഒരു വീടിന്റെ വൃത്തി എന്ന് പറഞ്ഞാൽ അടുക്കളയും ടോയ്ലറ്റും ഒക്കെയാണ്. അവിടെ കയറി നോക്കിയോ? അതോ നിങ്ങൾ പുറത്തു നിന്ന് ചോദ്യം ചോദിച്ചിട്ട് അങ്ങനെയായിരുന്നോ? അല്ല, അടുക്കള കയറിയോ? കയറിയോ? എന്ത് നോക്കി അടുക്കള കയറിയിട്ട്? പാത്രങ്ങളൊക്കെ വെള്ളം നിറച്ച പാത്രങ്ങള് മൂടി വെച്ചിട്ടുണ്ടോന്നൊക്കെ. പിന്നെ അവിടെ പാത്രം കഴുകുന്ന സ്ഥലത്ത് സോപ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും പച്ചക്കറി കഴുകിയാണോ ഉപയോഗിക്കുന്നത് നോക്കിയോ? പിന്നെ വ്യക്തി ശുചിത്വത്തെ പറ്റി എന്തൊക്കെ ചോദിച്ചു? ഒരു വീടിന്റെ മാത്രമല്ല വൃത്തി, മനുഷ്യന്റെ വൃത്തിയും കൂടെ നോക്കണ്ടേ? നഖം വെട്ടാറുണ്ട്. എല്ലാവരുടെയും നഖം വെട്ടു? അവിടുത്തെ ആ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൈ നഖം വെട്ടിയോന്ന് ചോദിച്ചോ? എന്നിട്ട് ചിലര് വെട്ടും ചിലര് വെട്ടൂല, അങ്ങനെ നീട്ടുകയാണെന്നൊക്കെ പറയുന്നു. ആണോ? അതിനൊക്കെ വെട്ടാത്തവരുടെ മാർക്ക് കുറച്ചോ? നഖം വെട്ടിയിട്ടില്ലാത്തവരുടെ മാർക്ക് കുറച്ചു. എന്നിട്ട് പിന്നെ അതില് ഏറ്റവും കൂടുതൽ മാർക്കുള്ള 10 വീടുകളെ കണ്ടെത്തി അവർക്ക് സമ്മാനം കൊടുത്തല്ലേ? അമ്മമാര് ഈ സാധാരണ ഈ കുട്ടികളുടെ ഏത് കാര്യത്തിലാണ് ഉത്കണ്ഠ പ്രകടിപ്പിക്കാറ്? കുട്ടികളുടെ പഠനത്തിലുള്ള പുരോഗതിയിലാണ്. അതിലാണ് അവര് പിന്നെ ഈ ഗ്രേഡൊക്കെ നോക്കി അവർക്കുള്ള ഈ പഠന നിലവാരം ഒന്നുകൂടി മെച്ചപ്പെടുത്തണം. ഈ വീട്ടിൽ വന്നാലുള്ള പ്രശ്നങ്ങൾ, പഠനത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കേണ്ടത് സ്കൂളിൽ നിന്നാണെന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ കൊണ്ടുവരാറുണ്ട്. നിങ്ങളെ സ്കൂളിലൊക്കെ ഏത് ഗൈഡാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് ഈ കുട്ടികൾക്ക്? ഈ ഗൈഡില്ലേ, പലരും പ്രസിദ്ധീകരിക്കുന്ന ഗൈഡുകളോ? ഞങ്ങള് ഗൈഡ് വാങ്ങിക്കാറില്ല. അവിടെ ഞങ്ങൾ നേരത്തെ 2 വർഷം മുമ്പേ ഈ പിന്നെ നമ്മുടെ ചില പ്രസിദ്ധീകരണങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരുന്നു. അപ്പൊ ഞങ്ങൾ സ്റ്റാഫ് കൗൺസിൽ ആലോചിച്ചിട്ട് അത്തരം പ്രസിദ്ധീകരണങ്ങൾ വേണ്ടതില്ല, ഗൈഡ് പോലുള്ള സാധനങ്ങൾ ചെയ്യുന്നത്. ട്യൂഷനോ? കുട്ടികൾ ട്യൂഷനൊന്നും പോകില്ലേ അമ്മമാര്? അത് ചില കുട്ടികളൊക്കെ അവർ അമ്മമാര് നിർബന്ധത്തിന് ഇതായിട്ട് പോകുന്നുണ്ട്. അടുത്ത വീടുകളിലൊക്കെ ചില. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? ഇല്ല. അല്ലേ? ശരി. പിന്നെ തീർത്ഥ മോളോടാണ്, ഈ അമ്മമാരുടെ യോഗം നടക്കുമ്പോ നിങ്ങൾ കുട്ടികൾ ഇരിക്കാറുണ്ടോ? കുട്ടികൾ ഇരിക്കാറുണ്ട്. മോൾ ഇരുന്നിട്ടുണ്ടോ? ഒരു പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ഈ പഠന കാര്യങ്ങളൊക്കെ പല അമ്മമാരും പറയില്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടീന്റെ പഠനകാര്യം പറഞ്ഞത് മോക്ക് ഓർമ്മയുണ്ടോ? ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഷിഫാന എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അപ്പോ അവളുടെ അമ്മ പറഞ്ഞിരുന്നു, വീട്ടിൽ നിന്ന് പഠിക്കുകയൊക്കെ ഉണ്ട്, പക്ഷെ വീട്ടില് അച്ഛൻ ജോലിക്ക് പോവും, അമ്മയ്ക്കും
വീട്ടിൽ ഒരുപാട് പണി ഉള്ളതുകൊണ്ട് ഇവള് വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ടീച്ചർമാരും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഞങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ അവൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇപ്പൊ ഞങ്ങള് അതിന്റെ ഭാഗമായിട്ട് അവളെ ശ്രദ്ധിക്കാറൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? മോളെ രക്ഷിതാവ് എന്താ പറഞ്ഞ അവിടുന്ന്? എന്നെ തീർത്ത വീട്ടിൽ നിന്ന് ചെയ്യാറൊക്കെ ഉണ്ട്. എന്നാലും ഒന്നുകൂടെ ഒന്ന് നോക്കണം, ചെയ്യെങ്കിലും ഒന്നുകൂടെ പറഞ്ഞോ. പോരാന്നല്ല, മാത്സിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. മാത്സിൽ കുറച്ച് മോശമാണോ? മോശമല്ല, മാത്സിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ബി ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്, ഒരു പ്രവർത്തനത്തിന് ബി ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അത് ശരി. അതാണ് രക്ഷാവിന് വിഷമം വരാൻ കാരണം അല്ലേ? സാരമില്ല, ഇത് ഉഷാറാക്കണം കേട്ടോ. ടീച്ചറിനോടാണ് ചോദ്യം. ഷീബ ടീച്ചർ, കുട്ടികൾ കൗൺസിലിംഗ് തേടിയെത്തുന്നുണ്ടല്ലോ, അതിൽ ഇവിടെ തന്നിരിക്കുന്ന നിങ്ങൾ രേഖപ്പെടുത്തിയ വിവരം അനുസരിച്ച് 272 സാംസ്കാരിക മൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൗൺസിലിംഗ് തേടിയെത്തിയെന്ന് എനിക്കത് വളരെ കൗതുകകരമായിട്ട് തോന്നി. അതെന്താണ് ആ അത്തരം പ്രശ്നങ്ങൾ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു UP സ്കൂളിലുണ്ടാകാവുന്ന സാംസ്കാരിക മൂല്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ സമൂഹത്തിലെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നില്ലേ? അത്തരം ഉറക്കെ പറയൂ ടീച്ചർ, കേൾക്കാൻ പറ്റുന്നില്ല. കുട്ടികൾക്ക് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ എന്ത് തരം പ്രശ്നങ്ങളാണ് സ്വഭാവത്തിൽ വരുന്നത്, എങ്ങനെ പെരുമാറണം എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ ഇപ്പൊ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്ന ഒരു ഉദാഹരണം പറയാമോ? ടീച്ചറുടെ അറിവിലുണ്ടായ ഏറ്റവും കുട്ടികളോട് മോശമായി പെരുമാറുന്ന പല സന്ദർഭങ്ങളും ഇല്ലേ? അപ്പൊ അത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ മുന്നേ വ്യക്തമായില്ല ഏത് രീതിയിലുള്ള മോശമായ കുട്ടികളോട് മുതിർന്നു വരുന്ന സമയത്ത് ചെറുപ്പത്തിൽ ഒരാൾ പെരുമാറുന്നതും മുതിർന്നു വരുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ചെറിയ കുട്ടികളാണെങ്കിലും ഇപ്പോൾ അടുത്ത വീട്ടിലെ ഒരാള് കുട്ടീനോട് വഴിക്കിരുന്ന് വണ്ടിയിൽ കയറാൻ പറഞ്ഞു, അപ്പോൾ കുട്ടി ഒന്നും ശ്രദ്ധിക്കാതെ കയറ്, അപ്പോൾ ആ സമയത്തൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നും പിന്നെ അവരുടെ ശാരീരികമായ മാറ്റങ്ങളെ കുറിച്ചൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾ നേരിട്ട് നാടകത്തിൽ കളിക്കാറുണ്ടോ? അത് സബ് ജില്ലാ തലത്തിൽ ഞങ്ങൾ എല്ലാ വർഷവും നാടകം അവതരിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് സബ് ജില്ലയിൽ 2ാം സ്ഥാനവും ബെസ്റ്റ് ആക്ട്രസ് അവാർഡും കിട്ടി. ഈ വർഷം ബെസ്റ്റ് ആക്ട്രസ് ആരായിരുന്നു? ആണോ? ശരി. ഏത് നാടകമായിരുന്നു അത്? കുപ്പായത്തിന്റെ പാട്ട്. കുപ്പായത്തിന്റെ പാട്ട്. അതിൽ പാട്ടുണ്ടോ നാടകത്തില്? ഓ, ഒരു പാട്ടൊന്ന് പാടി. അകലേക്കുയർന്നു പോകും, അകലേക്കുയർന്നു പോകും ഒരപ്പൂപ്പൻ താടി, ചെല്ലക്കാറ്റിൽ ചാഞ്ചാടുന്നൊരു വെള്ളപ്പൂത്താടി, നിൽക്കാതങ്ങനെ പക്ഷി കണക്ക് പറക്കുവതെന്തേ നീ, എന്താണിത്ര തിടുക്കം, എന്താണിത്ര തിടുക്കം, ധൃതിയിൽ എങ്ങോട്ടോടുന്നു, എങ്ങോട്ടോടുന്നു. നല്ല പാട്ടുകാരികളും കൂടെയാണ് കേട്ടോ. നന്നായി, സന്തോഷം. താങ്ക് യു. അരുവി എന്ന കുട്ടികളുടെ പ്രസിദ്ധീകരണത്തെ കുറിച്ചാണ്. പിന്നെ അത് എപ്പോഴൊക്കെ ഇറക്കുന്ന അരുവി? അരുവി ചില പ്രത്യേക ദിനാചരണങ്ങളോടനുബന്ധിച്ചിട്ട് ഇറക്കാറുണ്ട്. അതായത് ചില മാസങ്ങളിൽ ചില പ്രത്യേക ദിവസങ്ങൾ ഉണ്ടാവാം. സ്വാതന്ത്ര്യദിനം, ഗാന്ധി ജയന്തി, അങ്ങനെ ഓരോരോ ദിനങ്ങളിലും ഞങ്ങൾ ഓരോ കവികളുടെ ജനനം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ദിനങ്ങളിലാണ് ഞങ്ങൾ അത് ഇറക്കാറുള്ളത്. ഇനി AUP സ്കൂൾ തേഞ്ഞിപ്പലത്തിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. AUP സ്കൂൾ തേഞ്ഞിപ്പലത്തിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 89.2 ഔട്ട് ഓഫ് 100.